പ്രശസ്ത ക്രിമിനൽ വക്കീൽ ഗോപാലപിള്ളയുടെയും ഭാർഗവി അമ്മയുടെയും 11 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് രവി ജനിച്ചത്. രവിക്ക് 1.5 വയസ്സുള്ളപ്പോൾ തന്നെ രവിയുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നീട് അപ്പൂപ്പൻ്റെ വീടായ വൈക്കത്തേക്ക് മാറി. വൈക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു അന്ന് വൈക്കം. രവിയുടെ അമ്മ നന്നായിട്ട് പാടും, ഒരുപാട് സംഗീതം പഠിച്ച ആളാണ്. അവിടെ വെച്ച് രവിയുടെ ജ്യേഷ്ഠനെ സംഗീതം പഠിപ്പിക്കുവാൻ ശങ്കരപ്പിള്ള എന്ന ഭാഗവതരെത്തി. ജ്യേഷ്ഠനെ സംഗീതം പഠിപ്പിക്കുമ്പോൾ കുഞ്ഞായ രവി സാഗൂതം നോക്കി നിൽക്കും. ഇത് കണ്ടുപിടിച്ച ഭാഗവതർ ചോദിച്ചു, നിനക്ക് സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടോ? രവി പറഞ്ഞു, ഉണ്ട്, പക്ഷെ ആയിട്ടില്ല, നീ കുട്ടിയാണ്, ഇത് കേട്ട് പഠിക്കരുത്, തെറ്റ് പ്രാക്ടീസ് ചെയ്യരുത്, സമയമാവട്ടെ, ഞാൻ പഠിപ്പിക്കാം. പക്ഷേ രവിയുടെ ഒടുങ്ങാത്ത അഭിനിവേശം ഗുരുവിനെ പിന്നെയും പിന്നെയും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഇടയ്ക്കാണ് രവി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന സ്കൂളിൽ വലിയൊരു ഫംഗ്ഷൻ നടന്നത്. ആ ഫംഗ്ഷനിൽ ഈ കൊച്ചുമിടുക്കൻ വൈലോപ്പിള്ളിയുടെ വളരെ പ്രശസ്തമായ കവിത മാമ്പഴം സ്വന്തം ഈണമിട്ട് പാടുകയുണ്ടായി. ആ കവിത കേട്ട ചീഫ് ഗസ്റ്റായ പനമ്പള്ളി ഗോവിന്ദമേനോൻ രവിയെ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് ആ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ സംഗീതത്തിൽ ഉയർന്ന നിലയിലെത്തും. എന്നിട്ട് അദ്ദേഹം അന്നത്തെ കാലത്ത് 5 രൂപ സമ്മാനമായി രവിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, രവിയുടെ സംഗീതമോഹം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. ഗുരുവിനെ പിന്നെയും പിന്നെയും ശല്യം ചെയ്തു. അവസാനം ഗുരു പറഞ്ഞു, 5ാം ക്ലാസ്സിലെത്തട്ടെ, എന്നിട്ട് പഠിപ്പിക്കാം. അങ്ങനെ 5ാം ക്ലാസ്സിലെത്തി രവിയെ ഗുരു സംഗീതം പഠിപ്പിച്ചു തുടങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറി. രവിയുമുണ്ട് മത്സരിക്കുവാൻ. കാരണം സ്കൂളിൽ കർണാടക സംഗീതത്തിന് 1ാം സ്ഥാനം രവിക്കായിരുന്നു. ജില്ലയിലും 1ാം സ്ഥാനം കിട്ടിയിട്ടാണ് സംസ്ഥാനത്തെത്തിയത്. അവിടെ ഗംഭീരമായി മത്സരിച്ചു. പക്ഷേ രവിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല. അവിടെ 1ാം സമ്മാനം കൊണ്ടുപോയത് എറണാകുളത്തുള്ള കറുത്ത് മെലിഞ്ഞ ഒരു പയ്യനായിരുന്നു. KJ യേശുദാസ് എന്നായിരുന്നു പേര്. പക്ഷേ രവി തളർന്നില്ല. പിറ്റത്തെ വർഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കോഴിക്കോടാണ് നടന്നത്. അവിടെ കർണാടക സംഗീത മത്സരത്തിൽ 1ാം സമ്മാനം നേടിത്തന്നെയാണ് രവി തൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത്. 10ാം ക്ലാസ്സിന് ശേഷം മഹാസംഗീതജ്ഞനായ ബാലകൃഷ്ണ അയ്യരെടുത്ത് പഠിക്കുവാൻ തുടങ്ങി. ആ പഠനത്തിലാണ് രവി സംഗീതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം മഹാപ്രതിഭയായിരുന്നു. ഒരുപാട് ഉപകരണങ്ങൾ വായിക്കുവാനും ഓരോ രാഗങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ രാഗങ്ങളിലേക്ക് എങ്ങനെ ആഴ്ന്നിറങ്ങണം എന്നുള്ളതൊക്കെ രവി മനസ്സിലാക്കിയത് ബാലകൃഷ്ണ അയ്യരുടെ അടുത്താണ്. സംഗീതത്തിൻ്റെ സാഗരങ്ങൾ നീന്തുമ്പോൾ കോളേജിൽ എത്തി. അവിടെ സഹപാഠി മറ്റാരുമായിരുന്നില്ല, നമ്മളുടെ ഭാവഗായകൻ ജയേട്ടനായിരുന്നു. കോളേജിലും രവി തൻ്റെ കർണാടക സംഗീതത്തിലുള്ള പ്രതിഭ തെളിയിച്ചു. കോളേജിലെ കർണാടക സംഗീത മത്സരത്തിൽ രവിക്കായിരുന്നു 1ാം സമ്മാനം. ഇൻ്റർസോൺ കലോത്സവങ്ങളിലും എല്ലാം രവി 1ാം സ്ഥാനം നേടി. ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ജോലി നിർബന്ധമായി. ജോലിക്ക് അലഞ്ഞു നടക്കുമ്പോഴാണ് ആകാശവാണിയിൽ ജോലി ലഭിച്ചത്. അത് താൽക്കാലിക നിയമനമായിരുന്നു. മ്യൂസിക് കമ്പോസറായിട്ടാണ് ജോലി ലഭിച്ചത്. ഇതിനിടയ്ക്ക് ദാസേട്ടൻ്റെ നിസരി തരങ്കിണി സ്കൂളിൽ മ്യൂസിക് അധ്യാപകനായിട്ടും രവി ചേർന്നു. ആകാശവാണിയിലെ ജീവിതം ഒരുപാട് വലിയ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും പരിചയപ്പെടുവാനും അവരെ അടുത്ത് അറിയുവാനും രവിക്ക് സാധിച്ചു. വയലാർ, പി കുഞ്ഞിരാമൻ നായർ, ഉള്ളൂർ, ONV, പി ഭാസ്കരൻ സാർ എന്നിങ്ങനെ മഹാപ്രതിഭകളെയും അതുപോലെ സംഗീതജ്ഞരായ ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, MG രാധാകൃഷ്ണൻ, KP ഉദയഭാനു സാർ, ഇങ്ങനെ ഒരുപാട് മേഖലയിലുള്ളവരെ പരിചയപ്പെടുവാൻ രവിക്ക് സാധിച്ചു. ആകാശവാണിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായ ലളിതഗാനങ്ങൾ രവി കമ്പോസ് ചെയ്തു. അത് അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ കുട്ടികൾ സമ്മാനം വാരിക്കുട്ടിയത് രവി സംഗീതം ചെയ്ത ലളിതഗാനങ്ങൾക്കായിരുന്നു. ഈ സമയത്താണ് പ്രശസ്ത കഥാകൃത്തായ പത്മരാജൻ അവിടെ എത്തുന്നത്. അദ്ദേഹം ആകാശവാണിയിൽ അനൗൺസറായിട്ടായിരുന്നു വന്നത്. രവി അന്ന്
കൈതപ്രത്തിൻ്റെ മനോഹരമായ വരിയിൽ ഒരു ലളിതഗാനം ചമച്ചു. അത് ചിത്രചേച്ചിയും ഇടവ് ബഷീറുമാണ് പാടുന്നത്. ആ ഗാനം അനൗൺസ്മെൻറ്റ് ചെയ്തത് പത്മരാജനാണ്. ആ സമയത്ത് നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാറൊക്കെ സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു. രവിക്ക് വലിയ മോഹമുണ്ട് സിനിമയിൽ സംഗീതം ചെയ്യണമെന്ന്. അങ്ങനെ പത്മരാജനോട് തൻ്റെ ആവശ്യം അറിയിച്ചു. പത്മരാജൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ, നല്ലൊരു സിനിമ നമുക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം ആ കാര്യം മറന്നു. ആകാശവാണിയിലെ ജോലികളും സംഗീതം ചെയ്യലും അതോടൊപ്പം ധാരാളം കച്ചേരികളുമായിട്ട് തൻ്റെ സംഗീത യാത്ര രവി തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് പത്മരാജൻ്റെ വിളി വന്നത്. എത്രയും പെട്ടെന്ന് വരണം, ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യാനാണ്. അങ്ങനെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പപ്പേട്ടൻ്റെ അടുത്ത് രവി എത്തി. സിനിമയ്ക്ക് വേണ്ടി 5 ഈണം രവി ചെയ്തു. അതിൽ 2 എണ്ണമാണ് പപ്പേട്ടൻ തിരഞ്ഞെടുത്തത്. ഇത് നമ്മുടെ സിനിമയ്ക്ക് വളരെയധികം യോജിക്കും. പ്രിയപ്പെട്ടവരെ, ആ സിനിമ തൂവാനത്തുമ്പികൾ എന്ന സിനിമയായിരുന്നു. നമ്മളേവരും നെഞ്ചേറ്റിയ അതിപ്രശസ്തമായ സിനിമയായി അത് മാറി. അതിലെ ഗാനങ്ങൾ വളരെ പോപ്പുലറായി. അന്നും ഇന്നും നമ്മൾ പാടി നടക്കുന്ന അതിസുന്ദരമായ ഗാനങ്ങളായി അത് മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന്. മഹാസംഗീതജ്ഞനായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു തൂവാനത്തുമ്പികൾ. പിന്നീട് കുറച്ച് സിനിമകളെ അദ്ദേഹം ചെയ്തുള്ളൂവെങ്കിലും താൻ ചെയ്ത സിനിമകളിലെ പാട്ടുകളെല്ലാം ഏറെ മനോഹരങ്ങളായിരുന്നു. ഒരുപാട് ഡിവോഷണൽ ആൽബങ്ങൾ, അതുപോലെ ഓണപ്പാട്ടുകൾ, ഉത്സവഗാനങ്ങൾ, വിഷുപ്പാട്ടുകൾ, അങ്ങനെ അദ്ദേഹം തൻ്റെ സംഗീത സബരിയാൽ കേരളക്കരയാകെ നിറഞ്ഞു. ഒരുപാട് പ്രശസ്തരായ ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായി. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സാറ്, മോഹൻ സിത്താര സാറ്, നമ്മുടെ പ്രിയ ഗായകൻ വേണുഗോപാൽ, അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര പ്രതിഭകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തിലുണ്ട്. ഇന്നലെ എന്ന സിനിമയ്ക്ക് 1990 മനോഹരമായ ഗാനത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. ആകാശവാണിയുടെയും മറ്റ് ഒരുപാട് സംഘടനകളുടെയും ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. വളരെ സാത്വികനായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് നമ്മളുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ. ബഹളങ്ങളില്ലാതെ സംഗീതത്തെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു സംഗീത ഋഷിയാണ് നമ്മളുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ. അദ്ദേഹം എത്രയോ മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾക്ക് ചമച്ചത്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ, പാടുവതും രാഗം തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവു പകർത്തി, മറക്കാൻ കഴിഞ്ഞെങ്കിൽ മനക്കണ്ണടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ, ചൂടിയെറിഞ്ഞൊരു പൂവിൻ നോവും ചുടുനെടുവീർപ്പുകളും ഒന്നും മറക്കാൻ കഴിഞ്ഞെങ്കിൽ. രാവ് നിലാപ്പൂവ് പാരാകെ ഒരു പൂങ്കാവ്, മേലേ മലമേലേ മിന്നണല്ലോ തുമ്പപ്പൂ പോലെ. വീട് കിളിക്കൂട് അമ്മ കിളിയൊന്നു പാട്, കൈതപ്പൂ മണമേഴും ചഞ്ചലാക്ഷി, ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു. തങ്കക്കളഭ കുങ്കുമം താരപ്പൊന്നായി മെയ്യിൽ മിന്നും, പൊങ്കൽ പുലരി തുമ്പിക്കും താഴെ കാവിൽ വേളിക്കാലം. തരളമേളവും വേണ്ടേ ചെറുപവിഴനൂൽ താലി വേണ്ടേ, നവരസഭാവം സുമശരനേത്രം
പ്രിയ ഭൈരവി തൻലോലാനാദം ഹിമഗിരി ഗോപുര സൂര്യപദങ്ങളിൽ കിന്നരവീണ തൻ സ്വരസല്ലാപം ഹിമഗിരി നിരകൾ പൊൻതുടികളിൽ ഇളകി ശിവകര സന്ധ്യാരംഗമൊരുങ്ങി നാടഭൈരവീ രാഗധാരയിൽ മന്ത്രധ്വനി തരംഗ താണ്ഡവ നടനയാമമായി കണ്ണിൻ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ പൊന്നോ പൂമൊട്ടോ വർണ്ണത്തെല്ലോ നിൻഭാവം മോഹനമാക്കി നീ വിൺപൂ പോലിതളായി തെളിയും വരമായി നിറമായി ഞാൻ നിൻ തൂവെൺ ചിറകിൻ തണലിൽ കുളിരായി മുഴുകി ആലിൻ കൊമ്പിൽ കിളിയുണരുമ്പോൾ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻകൂടത്തെ കണ്ണുനീരെന്നു വിളിച്ചു കണ്ണുനീരെന്നു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ലളിതഗാനമാണ് ദേവഗായികേ ദേവഗായികേ ഭാവ സംഗീതദായികേ സൗമ്യകാവ്യ ഹൃദയവിപഞ്ചിയിൽ സ്നേഹ സംഗീതവിൺഗംഗ നീ ദേവ ഗായികേ. പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ ഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയും മധുരിമയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക്. ഇന്ന് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിനെ ഓർത്തു പറയുന്നത് ത്രിമധുരം എന്ന ആൽബത്തിൽ അതിസുന്ദരമായ അത്യപൂർവമായ രാഗം ഹരിതപ്രിയയിൽ അദ്ദേഹം ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. KL ശ്രീകൃഷ്ണദാസിൻ്റെ വരികളിൽ നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ഗന്ധർവൻ ദാസേട്ടനാണ് അത് പാടിയിരിക്കുന്നത്. ഇന്ന് അത്യപൂർവമായ രാഗത്തിലുള്ള ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ ഓമനയായ ഞങ്ങളുടെ പൂത്തുമ്പിയായ പാർവണമോളുടെ മധുരിമയാർന്ന ശബ്ദത്തിൽ ആ ഗാനം ഇതാ. കൃഷ്ണ 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 ഗുരുവായൂരിൽ വന്നെത്തുവാനല്ലയോ ഇരുപാദമെനിക്കു നൽകി തിരുമുമ്പിൽ താണു വണങ്ങുവാനല്ലയോ ഇരു കൈകളെനിക്കു നൽകി ഗുരുവായൂരിൽ വന്നെത്തുവാനല്ലയോ ഇരുപാദമെനിക്കു നൽകി കൃഷ്ണ ഇരുപാദമെനിക്കു നൽകി അവിടുത്തെ തിരുനാമം ഉരുവിടാനല്ലയോ അധരങ്ങളെനിക്കു നൽകി കൃഷ്ണ അധരങ്ങളെനിക്കു നൽകി അവിടുത്തെ തിരുനാമം ഉരുവിടാനല്ലയോ അധരങ്ങളെനിക്കു നൽകി കൃഷ്ണ അധരങ്ങളെനിക്കു നൽകി തവ മുരളീരവം കേൾക്കുവാനല്ലയോ ശ്രവണേന്ദ്രിയങ്ങൾ നൽകി എനിക്ക് ശ്രവണേന്ദ്രിയങ്ങൾ നൽകി ഗുരുവായൂരിൽ വന്നെത്തുവാനല്ലയോ ഇരുപാദമെനിക്കു നൽകി
കൃഷ്ണ ഇരുപാദമെനിക്കു നൽകി. തിരുമുഖ ദർശന ഭാഗ്യത്തിനല്ലയോ നയനങ്ങൾ എനിക്കു നൽകി. കൃഷ്ണ നയനങ്ങൾ എനിക്കു നൽകി. തിരുമുഖ ദർശന ഭാഗ്യത്തിനല്ലയോ നയനങ്ങൾ എനിക്കു നൽകി. കൃഷ്ണ നയനങ്ങൾ എനിക്കു നൽകി. ആദരജ്ഞാനഗ്രഹം നേടുവാനല്ലയോ ഈ ജന്മമെനിക്കു നൽകി. കൃഷ്ണ ഈ ജന്മമെനിക്കു നൽകി. ഗുരുവായൂരിൽ വന്നെത്തുവാനല്ലയോ ഇരുപാദമെനിക്കു നൽകി. തിരുമുമ്പിൽ താണു വണങ്ങുവാനല്ലയോ ഇരു കൈകൾ എനിക്കു നൽകി. ഗുരുവായൂരിൽ വന്നെത്തുവാനല്ലയോ ഇരുപാദമെനിക്കു നൽകി. കൃഷ്ണ ഇരുപാദമെനിക്കു നൽകി. പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അതിസുന്ദരമായ അത്യപൂർവ രാഗത്തിലുള്ള ഈ ഗാനം പാർവണമോളുടെ മധുരിമയാർന്ന ശബ്ദത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനവും ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതട്ടെ. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ സുനിൽ.